ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് കടലപ്പരിപ്പ് വെച്ചിട്ട് ഒരു അട ഉണ്ടാക്കി നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണിത്. ഇതിലേക്ക് വേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു കപ്പ് കടലപ്പരിപ്പാണ് എടുത്തത്. അത് ഒരു അരമണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് കടലപ്പരിപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പിന്നെ ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഒരു വിസിലടുപ്പിക്കുക. ഒരു വിസിലടിച്ചപ്പം തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ ഇതിൽ കൂടുതൽ നേരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ പരിപ്പ് നന്നായിട്ട് വെന്ത് പോകും. അപ്പോൾ ഇത് എയറൊക്കെ ഞാൻ പോക്കിയിട്ടുണ്ട്. ഇപ്പം കണ്ടില്ല, ഓരോന്ന് വിട്ട് വിട്ട് നിൽക്കണം. അല്ലെങ്കിൽ കുറേ നേരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പരിപ്പൊക്കെ വെന്ത് അലിഞ്ഞു പോവും. പിന്നെ ഇതിലേക്ക് വേണ്ടിയത് 1.5 കപ്പ് തേങ്ങ ചെറിയതാണ്. 6-7 ഏലക്ക ചതച്ചതും കൂടി വേണം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം വെക്കാം. കാരണം അതിൻ്റെ ചൂടൊക്കെ തട്ടി നല്ലപോലെ പഞ്ചസാര അലിഞ്ഞ് വരണം. ഇനി നമ്മൾ പൂരിക്കൊക്കെ മാവ് എടുക്കുന്നത് പോലെ 1/2 കപ്പോ 3/4 കപ്പോ ആട്ടപ്പൊടിയും അതേപോലെ തന്നെ മൈദയും കൂടി മിക്സ് ചെയ്തിട്ട് സെയിം അളവിൽ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ കൊഴിച്ചെടുക്കുക. പിന്നെ നിങ്ങൾക്ക് മൈദയിലാണ്, ചിലവർക്ക് മൈദയിൽ മാത്രം അട ചെയ്യുന്നതായിരിക്കും ഇഷ്ടമുണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൈദ മാത്രം എടുക്കുക. ഇനി ചിലവർ മൈദ കൂട്ടൂല, ആട്ടയിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ ഇവിടെ രണ്ടും ഒരേ അളവിലാണ് എടുത്തത്. ഇനി നമ്മൾ പൂരിക്ക് എടുക്കുന്ന പോലെ തന്നെ ചെറിയ ഉരുളകളായിട്ട് തന്നെ ഇത് എടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച പരിപ്പിലേക്ക് കുറച്ച് ഓയിലും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും നല്ലപോലെ തൂമിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഉള്ളി തൂമിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ ഇത് ഉള്ളി തൂമിക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണോ പൂരിക്ക് നമ്മൾ പരുത്തുക അതുപോലെ തന്നെ പരുത്തിയിട്ട് ഇപ്പം വീഡിയോയിൽ കാണുന്നത് പോലെ അധികം വലുതാക്കാതെ ചെറിയ രീതിയിൽ തന്നെ പരുത്തുന്നുള്ളൂ. ഇനി അതിൻ്റെ അകത്തേക്ക് ആ നേരത്തെ പരിപ്പും തേങ്ങ ഉള്ളതും വെച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ 1 ടീസ്പൂൺ തന്നെ വെച്ചപ്പം തന്നെ അത് നിറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ മടക്കി കൊടുക്കണം. ഇതെന്തായാലും എനിക്കറിയില്ല, അപ്പോൾ ഞാൻ ഉമ്മൻ്റെ സഹായം തേടി. ഉമ്മയാണ് ഇത് ചെയ്തു തരുന്നത്. കാരണം ഞാൻ ചെയ്യുമ്പോൾ കുറച്ച് ടൈം നല്ലോണം പിടിക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മ അത് എനിക്ക് ഇതുവരെ ഞാൻ വെക്കും, പിന്നെ ഉമ്മ എനിക്ക് ചെയ്ത് കാണിച്ചു തരാണ്. ഞാൻ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വൃത്തിക്ക് കിട്ടണില്ല. അപ്പോൾ ഉമ്മ നല്ല നീറ്റിൽ നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട്. ഉമ്മൻ്റെത് അധികം വണ്ണമൊന്നുമില്ല, ചെറിയ രീതിക്കായിട്ടാണ് നിൽക്കണത്. ഞാൻ ചെയ്യുമ്പോൾ ഭയങ്കര കട്ടിയിലാണ്. ഇനി നമുക്കത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്കിതിട്ടിട്ട് പൊരിച്ചെടുക്കാം. അധിക നേരം ഒന്നും പൊരിക്കേണ്ട. 2 ഭാഗം ഒന്ന് ഈ കളർ വരുമ്പോഴത്തേന് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേന് നമുക്കത് എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് എല്ലാ അടയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇത് പൊതുവെ ഇവിടെ ചെറിയ മക്കൾക്ക് പല്ലൊക്കെ വരുന്ന ടൈമിൽ ഉണ്ടാക്കുന്ന ഒരു അട ആണ്. അവർക്ക് 2 കുഞ്ഞി പല്ലുകൾ വരുമ്പോൾ ഒരു ആഘോഷം പോലെ കഴിക്കുമ്പോൾ ഈ അട എന്തായാലും അതിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ പല്ലട എന്നൊക്കെയാണ് ഇവിടെ പറയാറ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്